ഹായ് ഫ്രണ്ട്സ്, സൈമൺ ദി ബോവോയർ എന്ന പ്രശസ്തയായ എഴുത്തുകാരി എഴുതിയ ദ സെക്കൻഡ് സെക്സ് എന്ന പാഠഭാഗമാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഇഗ്നോ എക്സാമിന് വളരെ ഉപകാരപ്രദമാകുന്ന രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് PDF സ്ക്രീനിലൂടെ നോക്കി വായിക്കാവുന്നതാണ്. സൈമൺ ദി ബോവോയർ എന്നത് ഫ്രാൻസിൽ ജനിച്ച പ്രസിദ്ധനായ ഒരു തത്വചിന്തകയും എഴുത്തുകാരിയുമാണ്. 1949 പ്രസിദ്ധീകരിച്ച ദ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകം ലിംഗസമത്വത്തെക്കുറിച്ചുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഈ ഗ്രന്ഥം സ്ത്രീയുടെ നില, അവളുടെ ജീവിതം, അവളെ രണ്ടാം ലിംഗമായി അടയാളപ്പെടുത്തുന്ന സമ്പ്രദായങ്ങൾ എന്നിവയെ ആഴത്തിൽ പരിശോധിക്കുകയാണ്. ഇനി പറയാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൽ പ്രധാനമായും ഉദ്ധരിക്കപ്പെടുന്ന ചില ഉദ്ധരണികളും അതിൻ്റെ ആശയങ്ങളുമാണ്. ബോവോയറിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഉദ്ധരണിയാണ് "വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റേദർ ബിക്കംസ് എ വിമൻ". സ്ത്രീ എന്നത് പ്രകൃതിദത്തമായ ഒന്നല്ലെന്നും സമൂഹം നിർമ്മിച്ച ഒരു ആത്മപരിചയമാണെന്നും വ്യക്തമാക്കുന്നു. ഈ പ്രസ്താവന സാമൂഹിക നിർമ്മാണവാദത്തിൻ്റെ അടിസ്ഥാനം ആയിരുന്നു. ദ സെക്കൻഡ് സെക്സ് 2 വാള്യങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാം വാള്യം ഫാക്ട്സ് ആൻഡ് മിത്സ് അഥവാ തത്വങ്ങളും മിഥ്യകളുമാണ്. രണ്ടാം ഭാഗത്ത് ലീവ്ഡ് എക്സ്പീരിയൻസ് അഥവാ ജീവിതാനുഭവങ്ങളാണ് വിശദീകരിക്കപ്പെടുന്നത്. ഇതിലെ ഓരോ വിഭാഗം സ്ത്രീയുടെ ചരിത്രം, ജീവിതം, അനുഭവം, കുടുംബം, ഭൗതികത്വം, ആത്മാവ്, സ്വാതന്ത്ര്യം തുടങ്ങിയ പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളെ ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്ക് പോകാം. സ്ത്രീയുടെ അധീനതയ്ക്ക് ജൈവപരവും സാമൂഹികവുമായ ഇളയ താളുകൾ ഉണ്ടെന്ന് പുസ്തകത്തിൽ ബോവോയർ വിശദീകരിക്കുന്നു. പുരാതന കാലം മുതൽ സ്ത്രീയെ രണ്ടാമതായിട്ടാണ് കാണപ്പെടുന്നത്. പുരുഷൻ ഭൂമിയിലെ പ്രധാന കഥാപാത്രമായി ഉയർന്നപ്പോഴും സ്ത്രീയുടെ പങ്ക് വീട്ടിനകത്തും മൗനവുമായിരുന്നതിനാൽ അവളെ നിസ്സാരവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും ജൈവപരമായി വ്യത്യസ്തരാണെങ്കിലും ഈ വ്യത്യാസം സാമൂഹിക പരിസ്ഥിതിയിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല. പക്ഷേ ജൈവഘടനയെ ആശ്രയിച്ചുള്ള വ്യത്യാസങ്ങൾ സ്ത്രീയെ ബലഹീനയാക്കി ചിത്രീകരിക്കാൻ ഉപയോഗിച്ചിരുന്നു. മാനസികതയും സാമൂഹിക നിർമ്മാണവുമാണ് വ്യത്യാസത്തിന് കാരണം. മൂല്യങ്ങളും ആശയങ്ങളും കുട്ടികളിൽ ചെറുപ്പം മുതൽ തന്നെ സ്ഥാപിതമാകുന്നു. പെൺകുട്ടികൾക്ക് മനോഹാരിത പ്രധാനമാണ് എന്ന ആശയം അടുപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അതിനാൽ അവളുടെ സ്വാതന്ത്ര്യം ചുരുങ്ങപ്പെടുന്നു. ഇനി പുരാതന മതങ്ങളിലെ സ്ത്രീ പ്രതീതി, ഹിന്ദുമതം, ക്രിസ്ത്യമതം, അതേപോലെ തന്നെ ക്രിസ്തുമതം തുടങ്ങിയിട്ടുള്ള മതങ്ങൾ എന്നിവയിലൊക്കെ സ്ത്രീയെ താഴ്ന്ന നിലയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇവയിലെ പുരാണ കഥകളും മതാചാരങ്ങളും സ്ത്രീയുടെ അധീനതയ്ക്ക് ന്യായീകരണങ്ങൾ നൽകുകയും അവളെ ഓർമ്മയുടെ വിധേയയായി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ബോവോയറിൻ്റെ ആശയങ്ങളാണ് പങ്കുവെക്കപ്പെടുന്നത്. മൈഥോളജിയിൽ സ്ത്രീയുടെ ചിത്രീകരണം. സ്ത്രീകളെ മിത്തുകളിൽ ദൈവങ്ങളായും കുപ്രസിദ്ധികളായും ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ദൈവമൊരുക്കിയ പരവശ രൂപങ്ങളായി കാണുന്ന കാഴ്ചപ്പാട് പുരുഷ സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. സ്ത്രീയുടെ വളർച്ച പുരുഷൻ്റേതുപോലെയല്ല. പെൺകുട്ടികളെ ചെറിയ പ്രായം മുതലേ വ്യത്യസ്തമായി വളർത്തപ്പെടുന്നു. അവളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച് നല്ല പെൺകുട്ടി എന്ന റോളിൽ കെട്ടിവെക്കപ്പെടുന്നു. ഈ സാമൂഹിക നിയന്ത്രണങ്ങൾ അവളുടെ സ്വതന്ത്രമായ സ്വഭാവം നശിപ്പിക്കുന്നു. സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാന ഘടകങ്ങളായ വിവാഹം, അതേപോലെ തന്നെ മുലയൂട്ടുക, അവളെ ബന്ധിതയാക്കുന്നതിനുള്ള ഉപാധികളായി ഇവയെ മാറ്റുന്നു. വിവാഹം പലപ്പോഴും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന ഘടകമായി മാറുന്നു. മാതൃത്വം അവളെ ഏകോപിച്ച നിലയിലേക്ക് തള്ളുകയും ചെയ്യുന്നു. തൊഴിലുകളിൽ നൽകുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീക്ക് വലിയ മുന്നേറ്റമാണ്. പക്ഷേ പുരുഷാധിപത്യ സ്ഥാപനങ്ങൾ പ്രവർത്തന മേഖലയിൽ പോലും അവളെ അടിച്ചമർത്തുന്നു. ജോലിസ്ഥലത്തും വീട്ടിലും അവൾ 2 തവണ അധികാരഭാരങ്ങൾ പേറേണ്ടി വരുന്നു. ലൈംഗികതയുടെ വിഷയത്തിൽ സ്ത്രീയുടെ അവസ്ഥ. പുസ്തകത്തിൽ സ്ത്രീയുടെ ലൈംഗികതയും അതിൻ്റെ പരിമിതികളും അവളെ എങ്ങനെ ഒതുക്കി നിർത്തുന്നു എന്നതും വിശദമാക്കുന്നുണ്ട്. പുരുഷൻ്റെ ഇച്ഛകൾക്കനുസൃതമായ നിലയിൽ സ്ത്രീയുടെ ലൈംഗികതയെ ചിട്ടപ്പെടുത്തുന്നു.
സ്ത്രീയെ ഒരു വ്യക്തിയായി കാണാതെ കുടുംബത്തിൻ്റെയും പുരുഷൻ്റെ സമ്പൂർണ്ണതയ്ക്കായുള്ള ഉപകരണമായി കാണുമ്പോൾ അവളുടെ ആന്തരികതയും ആഗ്രഹങ്ങളും നഷ്ടമാകുന്നു. ഇവ ആകെയുള്ള ആത്മപരമായ അടിമത്വത്തിലേക്കാണ് അവരെ നയിക്കുന്നത്. ഇനി വിദ്യാഭ്യാസം വിമോചനത്തിൻ്റെ പാത. വിദ്യാഭ്യാസം സ്ത്രീയുടെ വിമോചനത്തിന് പ്രധാന ഉപാധിയാണ്. സ്ത്രീയെ കാത്തിരുന്നിട്ടുള്ള ലോകം എന്താണെന്ന് അവൾ അറിയണം. അതിലൂടെ അവൾക്ക് തൻ്റെ കഴിവുകൾ തിരിച്ചറിയാനാവും, സ്വയം തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. സ്ത്രീയുടെ വിമോചനം ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങളുടെ സംയോജിത ഫലമാണ്. സ്ത്രീ സ്വയം ആദ്യം ആത്മവിശ്വാസം നേടണം. അതിനൊപ്പം സമൂഹം സ്ത്രീയെ പിന്തുണയ്ക്കുന്ന നിലയിൽ മാറണം. ദ സെക്കൻഡ് സെക്സ് അനേകം ആധുനിക ഫെമിനിസ്റ്റ് ചിന്തകരെ സ്വാധീനിച്ചിട്ടുണ്ട്. ജർമ്മൻ, അമേരിക്കൻ, ഫ്രഞ്ച് ഫെമിനിസങ്ങൾ ഇതിൻ്റെ കൃതിയെ അടിസ്ഥാനമാക്കി പുതിയ ആശയങ്ങൾ വളർത്തിയിട്ടുണ്ട്. ജുഡിത്ത് ബട്ട്ലർ, ബെറ്റി ഫ്രൈഡൻ തുടങ്ങിയവരുടെ കൃതികളിൽ ഇതിൻ്റെ വലിയ സ്വാധീനം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലെ പശ്ചാത്തലത്തിലുള്ള പ്രസക്തി. ഇന്ത്യൻ സാമൂഹിക രീതികളും മതചടങ്ങുകളും സ്ത്രീയെ അധീനവതിയായി തുടരാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടെ വിവാഹം, കുടുംബം, മൗനം, ഉപജീവന രഹിതം തുടങ്ങിയവ വലിയ തടസ്സങ്ങളാണ്. ബൊവോയറിൻ്റെ ആശയങ്ങൾ ഇവയ്ക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇനി വന്ന വിമർശനങ്ങളും മറുപടികളുമാണ് നമ്മൾ പറയുന്നത്. ബൊവോയറിനെ വിമർശിച്ചവരും ഉണ്ട്. ചിലർ അവളുടെ കൃതിയെ ബൗദ്ധികമായോ അപൂർണമായോ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഫെമിനിസ്റ്റ് ചിന്തയിൽ ചർച്ചകൾക്ക് വാതിലു തീർക്കാൻ കാരണമായിട്ടുണ്ട്. ബൊവോയർ പറയുന്നത് സ്ത്രീകൾ ആകാൻ ആഗ്രഹിക്കുന്നതാവുക എന്നതാണ്. അവർക്ക് അവരുടെ ലോകം രൂപപ്പെടുത്താനുള്ള അവകാശം തന്നെയാണ്. അവർ വെറും ഭാര്യകളും അമ്മമാരുമല്ല, വ്യക്തികളുമാണ്. ദ സെക്കൻഡ് സെക്സ് എന്ന കൃതി സ്ത്രീയുടെ അതിജീവനത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയാണ്. അത് ഇന്നും പ്രസക്തമാണ്. ഒരു വിദ്യാർത്ഥിയായി നിങ്ങൾക്ക് ഇതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും സമൂഹത്തിലെ സ്വതന്ത്രമായ സ്ത്രീ ജീവിതത്തിനുള്ള വിചാരപരമായ സംഭാവനയാകും ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുക. താങ്ക് യു. ഇനിയും ഒരുപാട് വീഡിയോകൾ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.